ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ബെൻസി. അപ്പൊ കുറെ നാളായിട്ട് എല്ലാവരുടെയും പരാതിയാണ് ഞാൻ ബ്യൂട്ടി ടിപ്പ് ഒന്നും ഇടുന്നില്ല, ഇപ്പൊ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പരാതി പറഞ്ഞവരുടെ പരാതി മാറ്റാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നേ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ സീറം എന്ന് പറയാം, അല്ലെങ്കിൽ മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഡെയിലി ക്രീമായിട്ട് യൂസ് ചെയ്യാം, നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി ഇതിന്റെ വീഡിയോ ഞാൻ 1.5 വർഷം മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഇട്ടിരുന്നു. അപ്പൊ ഇപ്പോ ഇടാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് നമുക്കൊരു വോയിസ് മെസ്സേജ് കേൾക്കാം, അതിനുശേഷം ഞാൻ തിരിച്ചു വരാം. നമ്മുടെ ഒരു വ്യൂവർ എനിക്ക് അയച്ച വലിയൊരു മെസ്സേജ് ആയത്. അതിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് ആവശ്യമായത് മാത്രം ഞാൻ കട്ട് ചെയ്ത് ഇതിൽ ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ ലോങ് ആവും. അതെ, വിൻസിയുടെ വ്ളോഗ് കേൾക്കാൻ നല്ല രസമാണ്. നമ്മൾ സാധാ വീട്ടിൽ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു. എനിക്കും വലിയ ഇഷ്ടമാണ് വ്ളോഗ് കേൾക്കാൻ. വ്ളോഗ് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ കുക്കിങ്ങും എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. കൊള്ളാം, എനിക്കിഷ്ടമാണല്ലേ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു ബ്യൂട്ടി ടിപ്സ് ചാനൽ കാണുന്നത് ഞാൻ വിൻസിയുടേതാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ആ നൈറ്റ് ക്രീം ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പുറത്തുനിന്നുള്ള ഒരു ക്രീമുകളും യൂസ് ചെയ്യാറില്ല, ഈ ക്രീമാണ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ബോഡി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും മെസ്സേജ് കേട്ടല്ലോ. ഞാൻ ഈ മെസ്സേജ് നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം യൂസ് ചെയ്തവർ നമുക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി വിശ്വാസമാവും, അത് ട്രൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറെ കൂടി കിട്ടും. അതിനു വേണ്ടിയാണേ. അപ്പോൾ ഇത് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മാസങ്ങൾ ഞാൻ ഇതുണ്ടാക്കി യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ ബ്രേക്കായി. കണ്ടിന്യൂസ് അത് കഴിഞ്ഞിട്ടൊരു 4-5 മാസത്തോളം ഞാൻ അത് യൂസ് ചെയ്യുമായിരുന്നു. നൈറ്റ് ക്രീമായിട്ട് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് സ്പോൺസർ വീഡിയോ ഒന്നും അല്ലേ, ഞാൻ മേടിച്ച കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഡോക്ടർ ജെയിൻ അലോവേര ജെൽ എന്ന ഇതിന്റെ പേര്. ഇതിവിടെ ബോംബെയിലൊക്കെ കിട്ടും, നാട്ടിലോ മറ്റെവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനിതാ യൂസ് ചെയ്യുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇത് നല്ല വൈറ്റ് കളർ തന്നെയാ. മറ്റേ ഗ്രീൻ കളറിലുള്ള അലോവേര ജെല്ലും ഉണ്ട്. അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ പ്യുവർ അലോവേര പൾപ്പ് മാത്രമേ ഉള്ളെന്നാ ഇതിൽ എഴുതിയേക്കുന്നത്. പിന്നെ 0.എന്തോ% പെർഫ്യൂം അങ്ങനെ എന്തോ യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് കളറുള്ള അലോവേര ജെൽ എടുക്കാം, ഗ്രീൻ കളറുള്ളത് എടുക്കാം. പക്ഷെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കരുത്. ഫ്രഷ് അലോവേര ജെല്ലും കൊണ്ട് നമ്മളിത് അലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ, ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്കിത് കുറെ ദിവസം വെച്ചേക്കാൻ പറ്റില്ല. അല്ലാതെ ഇങ്ങനെയുള്ളത് കൊണ്ട് ഉണ്ടാക്കിയാൽ മാസങ്ങളോളം നമുക്കിത് വെച്ചിരുന്ന് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ സീറം ഉണ്ടാക്കുന്നതെന്ന്. നല്ല വൈറ്റ് കളർ ജെല്ലാണ്. അലോവേര ജെല്ലും ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാരണം നമുക്ക് സൈഡ് എഫക്റ്റ് ഉള്ള യാതൊന്നും ഇതിൽ ഇല്ല. അപ്പൊ ഞാനിപ്പോ ഒരു 3 സ്പൂൺ അലോവേര ജെല്ല് ഇട്ടു. ബദാം ഓയിൽ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നേ. എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാ ഈ ബദാം ഓയിൽ എവിടെ കിട്ടുമെന്ന്. ഞാനിവിടെ സാധാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാ. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാം. ഇത് 100 ml 378 രൂപയായിരുന്നു. നമ്മുടെ ക്രീം എത്ര ലൂസ് വേണം ടൈറ്റ് വേണം അതനുസരിച്ച് നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടർ. ഞാൻ ഡാബറിന്റെ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, കുക്കിങ്ങിന്റെ യൂസ് ചെയ്യാമോന്ന്. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ബ്യൂട്ടി പർപ്പസ് എന്നും പറഞ്ഞ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും, അതാ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം, റിഫ്രഷ്, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ഡാബറിന്റെ ഞാൻ യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടർ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിന്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. റോസ് വാട്ടറും 2 സ്പൂൺ. പിന്നെ ഞാൻ എടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇവിയോൺ 400 mg ഞാൻ എടുക്കുന്നേ. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോ, നല്ലതാ. ഇതിന്റെ റേറ്റ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതിപ്പോ
10 ക്യാപ്സ്യൂളിന് 25 രൂപയാ. ഇവിയോൺ 400 mg. അതിനകത്ത് ദേ ഇതുപോലുള്ള ക്യാപ്സ്യൂളാ വരുന്നേ. ഇത് മുകൾ ഭാഗം ഒന്നിൽ കട്ട് ചെയ്യുക, അല്ലെ ഒരു പിന്നെങ്ങാണം വെച്ച് കുത്തിയിട്ട് അതിന്റെ ജെല്ല് ഇതിനകത്ത് ഒഴിക്കാം. 2 ക്യാപ്സ്യൂൾ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സ്കിൻ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിലേക്ക് കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ ഒരു 3-4 തുള്ളി മതി. ഒത്തിരി വേണ്ട, 1/4 ടീസ്പൂൺ പോലും വേണ്ട. ഏതാനും തുള്ളി ആവണക്കെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തില്ല, കാരണം എന്റെ സ്കിൻ അത്ര ഡ്രൈ അല്ല. അത് ഡ്രൈ ഉള്ളവർ മാത്രം ആവണക്കെണ്ണ യൂസ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ബൈ ചാൻസ് നമുക്ക് ഒത്തിരി അങ്ങ് ലിക്വിഡ് ടൈപ്പ് ആയി പോയി എങ്കിൽ അത് കുറച്ചുകൂടെ ആലുവേര ജെല്ലിട്ട് ടൈറ്റ് ആക്കാമേ. ഇതിപ്പോ നല്ല പരുവോ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒരു ക്രീമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ബദാം ഓയിൽ ഒഴിച്ചോ അല്ലെ റോസ് വാട്ടർ ഇട്ടോ ലൂസ് ആക്കാം. ഇതിപ്പോ ഞാൻ ലൂസ് ആക്കുന്നില്ല, ഇത്രയും മതി എനിക്ക്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ച് മാസങ്ങളോളം യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇത് ഞാൻ പണ്ട് തൊട്ടേ ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ ഇട്ട് വെക്കാം. ഈ ഡപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മള് രാത്രി കിടക്കുന്നതിന് മുമ്പ്, പിന്നെ പുറത്തു പോകുന്നതിന് മുമ്പ്, സൂര്യപ്രകാശത്തിൽ പോകുന്നതിന് മുമ്പ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. നേരത്തെ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടാൻ മറക്കരുത്. അത് വായിക്കുന്നവർക്കും പ്രചോദനമായിരിക്കും. കുറെ പേര് എനിക്ക് അന്ന് ആ വീഡിയോയുടെ താഴെ കുറെ കമന്റ് ഇട്ടിരുന്നു, അതിന് നല്ല റിസൾട്ട് ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ കുറെ പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോ അന്ന് ട്രൈ ചെയ്തവര് കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ കമന്റ് ഇടണേ. സോ ബ്യൂട്ടി ടിപ്പ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇത് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.